ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡേവിഡ് സാറിനോട് സംസാരിച്ച് തൻ്റെ സ്ഥാനമൊക്കെ ഉറപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുക. ആ സമയത്ത് പുറത്ത് അവരുടെ ജനറൽ മാനേജറും അദ്ദേഹം അങ്ങനെ നിന്നു. അഭിയെ കണ്ട് സാറിനെ കണ്ടില്ലേ, സാർ ഇവിടുത്തെ ജോലിയുടെ കാര്യമൊക്കെ സൂചിപ്പിച്ചില്ലേന്ന് ചോദിക്കുമ്പം പറഞ്ഞെന്ന് പറഞ്ഞു. ഇവിടെ തനിക്കൊരു ജോലി എന്തായാലും ഉറപ്പാണെന്ന് പറയുമ്പോൾ അങ്ങനെയാ പറഞ്ഞത്. സാറൊന്ന് ചോദിച്ചേക്കാൻ പറഞ്ഞു. ചോദിക്കാനൊന്നുമില്ലെന്നേ, അഭിയോടൊരു പ്രത്യേക സ്നേഹം ഇഷ്ടമൊക്കെ അദ്ദേഹത്തിനോടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്തായാലും നോ പറയത്തില്ല എന്ന് പറയാം കേട്ടോ. അല്ല, സെയിൽസിലാണോ അത് ഓഫീസിലാണോ അപ്പോയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അയ്യോ അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല, പുതിയ ബ്രാഞ്ച് വരുമ്പോൾ അതിന് മേൽനോട്ടം എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അപ്പോൾ കോൾ അടിച്ചല്ലോ എന്നാ ചേട്ടൻ ഇങ്ങനെ പറയാം. അതേടാ, ചിലപ്പോൾ നിന്നേക്കാളും മുകളിലായിരിക്കും എൻ്റെ നിയമനം എന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ പിന്നെ അഭിസാറേന്ന് വിളിക്കേണ്ടി വരുമോ എന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള അതിമോഹമൊന്നും എനിക്കില്ല സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിനയനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചേട്ടൻ. ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അതിൽ നിന്നൊക്കെ റിലീഫ് അത്രമാത്രമേ ഞാൻ കരുതുന്നുള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ എന്നാൽ പിന്നെ ഞങ്ങൾ പൊയ്ക്കോട്ടെ സാർ എന്നും ചോദിച്ച് ഇങ്ങനെ യാത്ര പറഞ്ഞങ്ങ് പോവാം. അങ്ങനെ ആ സാറിനെ ഒരു വകയാക്കിയിട്ട് ഇങ്ങനെ പോവാം. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനേനെ ആട്ടോ. നയന ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടി നിന്ന് വാതിൽ തുറന്നപ്പോൾ നമ്മുടെ ആദർശേട്ടൻ വന്നോ? ഒരു കാര്യം മനസ്സിലായി, ഈ വേഷം ധരിച്ച എന്നെ ആരും തിരിച്ചറിയില്ല എന്ന്. അതിന് അവിടെ അധികം ആദർശേട്ടനെ പരിചയമുള്ള ആരും ഇല്ലല്ലോ. പിന്നെ പരിചയമില്ല, പക്ഷേ അവിടേക്ക് വന്നു പരിചയമുള്ള 2 പേര്, നിന്റെ ചേച്ചിയും അഭിയും. അഭിയും നവ്യേച്ചിയും വന്നെന്നോ? അല്ല, അതിനവർ 2 പേരും കൂടി എന്തിനാ അവിടെ വന്നേ? എന്തിനാ വന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും ജോലി തരപ്പെടുത്തി കൊടുക്കാനാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് കാര്യം ആദർശ് ഇങ്ങനെ പറയും. അപ്പോൾ നയന ഇങ്ങനെ ആലോചിക്കുക. അതിലുപരി അന്ന് കള്ളക്കടത്ത് സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട് അഭിയെ പിടിച്ചപ്പോൾ അതിൽ AN ജ്വല്ലറിക്ക് പങ്കുണ്ടെന്ന് നമ്മൾ സംശയിച്ചതല്ലേ എന്ന് നയന ചോദിച്ചു. അത് ഞാൻ ചിന്തിക്കാതിരുന്നില്ല. എന്തായാലും നവ്യനെ തിരിച്ചറിഞ്ഞില്ല, അത് തന്നെ വലിയൊരു ആശ്വാസമാണെന്ന കാര്യം പറയുക. പിന്നെ അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ വേഷം തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നു. AN ജ്വല്ലറിയുടെ MD കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം കണ്ടു, ഡേവിഡ്. അയാളുടെ സ്ഥലം പത്തനാപുരത്തിനടുത്താ, പക്ഷേ കുട്ടിക്കാലം മുതലേ അയാൾ ദുബായിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അയാൾക്ക് സ്വർണ്ണ ബിസിനസ്സുമായിട്ട് നേരത്തെ ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അയാൾക്ക് ഒരുപാട് ബിസിനസ് ഉണ്ടെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഇപ്പം പിന്നെ മറ്റെന്തിനേക്കാളും നല്ലത് സ്വർണ്ണം ആയതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അല്ല, അയാളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം കുഴപ്പമില്ല, പഞ്ചാബിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ വമ്പൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോടികളുടെ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ് നിൽക്കുക നയന. അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എനിക്കവിടെ പോയി വന്ന് നിൽക്കാമെന്ന് ആദർശ് പറയണു. പിന്നെ മെല്ലെ സംസാരിച്ച് അയാളുടെ മനസ്സിലുള്ളതൊക്കെ ഞാൻ പിടിച്ചെടുത്തോളാം. പിന്നെ സഹായത്തിന് കിരണും കല്യാണിയൊക്കെ ഉണ്ടല്ലോ എന്നും പറഞ്ഞു. മുംബൈയിൽ വെച്ച് ഒരു ബിസിനസ്സുകാരൻ ചെയ്യാത്ത തരം താഴ്ന്ന കളിയാണ് അയാൾ കളിച്ചതെന്നും അതിലൂടെ അയാൾ കേൾക്കാൻ ആഗ്രഹിച്ചതെല്ലാം കേൾക്കുകയും ചെയ്തു. നമ്മൾ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയ വാർത്ത ഉൾപ്പെടെ കേട്ടു. ഇനിയേ നമ്മുടെ സമയമാണ്. എതിരാളി സന്തോഷത്തോടെ പതുങ്ങിയിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ കർമ്മം ചെയ്യാനായിട്ട് പറ്റുന്നത് ആദർശ് നയനോട് പറയുവാണ്. അയാളൊരു കറകളഞ്ഞ ബിസിനസ്സുകാരനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അയാളുടെ സംസാരവും ചലനങ്ങളും എല്ലാം അങ്ങനെ അതിബുദ്ധിയുള്ള ഒരാളുടേതായിരുന്നില്ല എന്ന് ആദർശ് പറഞ്ഞു. പിന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ആൾക്കാരെ അളക്കാനൊന്നും പറ്റത്തില്ല. ചിലർ ഭയങ്കര ബുദ്ധിയുള്ളവരായിരിക്കാം, പക്ഷേ അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒന്നും അത് പ്രകടമാക്കി പറയില്ല. നമുക്ക് നോക്കാം ഇതെവിടം വരെ പോകുമെന്ന്. ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് അഴിച്ചു വെക്കണം. നല്ല ഇറിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ആദർശ് ഡ്രസ്സ് മാറാൻ കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അനിയാട്ടോ. അനി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മുത്തശ്ശൻ അനിയുടെ അരികിലേക്ക് ചെന്നു. നാളെ എല്ലാ കേസുകളും മാറ്റിവെച്ചിട്ട് കുടുംബദേവങ്ങളെയും ദേവതകളെയും ഗുരുക്കന്മാരെയും എല്ലാവരെയും അണങ്ങിയിട്ട് ഐശ്വര്യമായി നിൻ്റെ ഏട്ടൻ്റെ കസേരയിൽ നീ ഉറച്ചിരിക്കണമെന്ന് മുത്തശ്ശൻ അനിയോട് ചെന്ന് രഹസ്യമായി പറയുക. അപ്പോൾ എനിക്കതിന് എത്രത്തോളം കഴിയുമെന്ന് അറിയില്ല മുത്തശ്ശ എന്ന് അനി പറയുമ്പം അപ്പം രാമൻ സീതയ്ക്കൊപ്പം കാട് കയറിയപ്പം ഭരണമേറ്റെടുത്ത ഭരതനും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പം എങ്ങനെ ഏട്ടൻ ഭരിച്ച ആ ഒരു രാജ്യം ഞാൻ ഭരിക്കുമെന്ന്, എന്നിട്ട് ഭരിച്ചില്ലേന്ന് ചോദിച്ചു. ഏട്ടനെ മനസ്സിലിട്ടുകൊണ്ട് നന്നായി ജനങ്ങളെ സേവിച്ചില്ലേന്ന് ചോദിച്ചു. ആ ഒരു കഥയൊക്കെ എന്നേക്കാൾ കൂടുതൽ നിന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് നിന്റെ മുത്തശ്ശിയല്ലേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ജയനും അജയനും കയറി വന്നേ. ഭഗവാനായി അന്ന് മനുഷ്യനായി അവതരിച്ച് മനുഷ്യൻ്റെ എല്ലാ സുഖങ്ങളും ഏറ്റവും ഉപേക്ഷിച്ചാണ് അദ്ദേഹം അവിടെ നിന്ന് മാറി നിന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത് അത് തന്നെയാണ് ഇവിടെ നീയും ചെയ്യേണ്ടത്. നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ ഏട്ടൻ ഒഴിച്ചിട്ടതുപോലെയാണ് ഇപ്പോൾ ആ കസേര, അത് നീ ഏറ്റെടുക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛൻ പറഞ്ഞു. എടാ നിനക്ക് അച്ഛൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു അജയൻ. മോനെ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ കാരണവന്മാർ തുടർന്നു പോരുന്നൊരു രീതിയുണ്ട്, അതിന് മാറ്റം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല എന്ന് മുത്തച്ഛൻ പറയാം. പിന്നെ എൻ്റെ മുത്തച്ഛൻ ചെങ്കോല് കൈമാറിയത് എൻ്റെ അച്ഛനാണെന്നും അച്ഛനിൽ നിന്ന് ഞാനത് സ്വീകരിക്കുകയായിരുന്നുവെന്നും
ദേ ഈ കുടുംബത്തിലുള്ളവർ തന്നെയാണ് മൂർത്തീസ് കമ്പനിയുടെ തലപ്പത്തുണ്ടായിരുന്നത്. ഇനിയും അത് അങ്ങനെ തന്നെ വേണമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്. അതിനൊരു മാറ്റം ഉണ്ടാകരുത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ആദർശിന് പകരം ഞാൻ നിന്നെ നിയമിച്ചതെന്ന് നീ മനസ്സിലാക്കണമെന്നും പറഞ്ഞു. അവിടെ നീ മുഖം തിരിച്ചു നിന്നിട്ട് മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വന്നാൽ അന്ന് ഞാൻ മരിച്ചു എന്ന് നീ കൂട്ടിക്കോളാൻ മുത്തശ്ശൻ പറയാട്ടോ. അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ അത്രയും പറഞ്ഞിട്ട് മുത്തശ്ശൻ തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇനി എതിർപ്പൊന്നും വേണ്ട. ഇനി അച്ഛൻ പറഞ്ഞതുപോലെ നാളെ വീട്ടിലുള്ള പൂജകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നീ തൻ്റെ ഇടത്തോടെ കമ്പനിയിലേക്ക് പോകണമെന്നും അവിടെ ചെന്ന് നിൻ്റെ അധികാരം ഏറ്റെടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്രമിക്കാൻ വലിയച്ചാന്ന് പറഞ്ഞു. അർത്ഥമനസ്സോടെയല്ല, നല്ല കോൺഫിഡൻസോടു കൂടി വേണം കമ്പനിയിലോട്ട് നീ ചെല്ലാൻ. അവിടെ സ്വീകരിക്കുന്നവരുടെ മുന്നിൽ തലയെടുപ്പോടുകൂടി തന്നെ ചെന്ന് നിൽക്കണമെന്നും അപ്പോൾ അവരും അറിയട്ടെ നിൻ്റെ ഏട്ടനില്ലെങ്കിലും കമ്പനി നയിക്കാൻ ആളുണ്ട് എന്നുള്ളതെന്ന് മുത്തശ്ശൻ ഇങ്ങനെ അനിയോട് പറയണം. അങ്ങനെ ഏട്ടനായിട്ട് എനിക്കൊരു മത്സരം ഇല്ലേ മുത്തശ്ശ എന്ന് അനി ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശനൊന്ന് ഉള്ളിൽ ചിരിച്ചു. അതുകൊണ്ടൊരു മത്സര ബുദ്ധിയോടുകൂടി എനിക്ക് മുന്നോട്ട് പോകാനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞപ്പം അതെന്തെങ്കിലും ആവട്ടെ, നാളെ മുതൽ നീയാണ് മൂർത്തീസ് കമ്പനിയുടെ MD, അത് നീ മറന്നു പോകരുതെന്ന് പറഞ്ഞു. അത് പരസ്യപ്പെടുത്താൻ ആൾക്കാരെല്ലാവരും ഉണ്ടാകും. നമ്മളെ താഴ്ത്തി കെട്ടുന്നവർ തന്നെ ആ ഒരു വിവരം പുറത്തറിയിക്കുകയും ചെയ്തോളൂ എന്ന കാര്യവും മുത്തശ്ശൻ പറയുക. കമ്പനിക്ക് പുതിയ MD വന്നു എന്ന് അറിയുമ്പോൾ കമ്പനിക്ക് മൊത്തത്തിലൊരു പുതിയ ഉണർവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നും അതുമാത്രമല്ല നിന്നെ ഏൽപ്പിച്ച ബ്രാഞ്ചുകളെല്ലാം നീ നന്നായി നോക്കിയിട്ടുണ്ടെന്നുള്ള കാര്യവും മുത്തശ്ശൻ പറയുക. അതുകൊണ്ട് പുതിയ MDയുടെ ആ ഒരു ഇതോടുകൂടി നമ്മുടെ ഷെയർ മെച്ചപ്പെടുമെന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാം മുന്നിൽ കണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നുള്ള കാര്യവും മുത്തശ്ശൻ പറയാം. ഇനി നല്ല സ്വപ്നങ്ങൾ കണ്ട് നീ ഉറങ്ങിയാൽ മതി, നല്ല നാളെയാണ് മുന്നിലെന്ന് നീ ചിന്തിച്ചാൽ മതിയെന്നും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ. അപ്പോൾ മുത്തശ്ശൻ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ജയനും അവിടെ നിന്ന് അങ്ങ് പോയി. ആ സമയത്ത് അജയൻ അനിയോട് മോൻ്റെ അമ്മയെപ്പോലെ സ്വാർത്ഥതയൊന്നും എനിക്കില്ല, എങ്കിലും ദേ ഇപ്പം എല്ലാവരും ഒരു ധർമ്മസങ്കടത്തിലാണ് നിൽക്കുന്നത്. അവിടെ നീ ഈ വീട്ടിലുള്ളവരെ വേദനിപ്പിക്കുന്ന തീരുമാനങ്ങളൊന്നും എടുത്തേക്കരുത്. അച്ഛൻ അത്രേ പറയാനുള്ളൂ. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കട്ടെ മോനെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അജയനും അങ്ങ് പോയി. നമ്മുടെ അനി ആകെ ധർമ്മസങ്കടത്തിലിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ദേവയാനി കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം നയന അവിടെ നിന്ന് കോലം വരയ്ക്കുന്നതായിട്ട് ഇങ്ങനെ തോന്നുക. അപ്പോൾ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുന്നു. പിന്നെ കണ്ണ് ഇതാക്കി നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. പക്ഷെ സങ്കടമായിപ്പോയി. അവിടെ നിന്ന് സങ്കടത്തോടെ നിൽക്കുക. എന്നിട്ട് നേരെ പൂജാമുറിയിലേക്ക് പോയി കുളി കഴിഞ്ഞ് ദേവയാനി അവിടെ പോയി തൻ്റെ ഗണപതിക്ക് മുന്നിൽ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അനിയുടെ മുറിയിലേക്ക് വരുവാണ് നമ്മുടെ ജാനകിയെ. ഇന്ന് വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവനാ, എന്നിട്ട് അവൻ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെന്ന് മോനെ തട്ടി വിളിക്കുന്നേടാ, മോനെ എഴുന്നേക്കടാ, ദേ ഇന്നല്ലേടാ നീ ജോയിൻ ചെയ്യാൻ പോകേണ്ടത്, ആ സമയത്ത് നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ എങ്ങനെ ശരിയാകുന്നതെന്ന് എഴുന്നേറ്റ അനിയോട് ജാനകി ചോദിച്ചു. വേഗം കുളിച്ച് റെഡി ആയിക്കേ, രാവിലെ പൂജയൊക്കെ ഉള്ളതാണെന്ന കാര്യം ജാനകി പറയുമ്പം ഞാൻ കുറച്ചുകൂടി ഒന്ന് ഉറങ്ങട്ടെ അമ്മേ. അതൊന്നും പറ്റില്ല, ഞാനിപ്പോൾ ചായ കൊണ്ട് തരും, അത് കുടിച്ചിട്ട് പെട്ടെന്ന് കുളിച്ച് റെഡിയാകാൻ നോക്കാൻ പറഞ്ഞു. ജാനകി പോകാൻ നോക്കുമ്പോൾ അനി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ 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 എന്തൊരു അലസത കാണിക്കുക. നീ എന്താടാ ഈ കാണിക്കുന്നത്? നീ എന്തിങ്ങനെ ആലോചിച്ച് നിൽക്കണേ? പോയി കുളിക്കടാ. എടാ ഇതുപോലുള്ള സ്ഥാനമാനങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ അവർ സുഖമായിട്ട് കിടന്നുറങ്ങും, എന്നിട്ട് നല്ല ഫ്രഷായിട്ട് പുതിയ ജോലിയിലേക്ക് പോകും അവരെന്നൊക്കെ പറയാം. അപ്പോൾ അമ്മ എന്തായാലും ഇങ്ങനെ ആയി പോയല്ലോ അമ്മയെന്ന് അനി. അപ്പോൾ ഇതൊന്നും ഞാൻ തീരുമാനിച്ച കാര്യങ്ങളല്ല, ഈ വീട്ടിലുള്ളവർ കൂട്ടായിട്ടെടുത്ത തീരുമാനങ്ങളാണെന്നും പ്രത്യേകിച്ച് നിൻ്റെ മുത്തശ്ശൻ്റെ തീരുമാനമാണ്, പിന്നെ ഞാൻ അവരെയൊക്കെ തിരുത്താൻ പോണോടാന്നൊക്കെ ചോദിക്കാം കേട്ടോ. നീ പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ നോക്കിക്ക് ചെന്നേ. അപ്പോൾ എൻ്റെ ഏട്ടൻ ഇരുന്ന കസേരയിൽ എനിക്കിരിക്കാൻ പറ്റത്തില്ലമ്മേ. നീ ഇരുന്നേ പറ്റുള്ളൂ, അത് നിൻ്റെ മുത്തശ്ശൻ്റെ തീരുമാനം, അതനുസരിച്ചേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് അമ്മ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പിന്നെ സ്വന്തം മോൻ ഇങ്ങനെ ഒരു ഉയർച്ച വരുമ്പോൾ അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കണമെന്ന് ഒരു ദൈവത്തിനോടും ഒരമ്മമാരും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം അമ്മ പോയിക്കോ, ഞാൻ റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നീ വീണ്ടും കിടന്നുറങ്ങും, വേഗം ചെന്നേ, ഞാനിപ്പോൾ ചായ ആയിട്ട് വരും, അത് കുടിച്ചിട്ട് പെട്ടെന്ന് റെഡി ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ അമ്മ പോയി. അനി ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക അവിടെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നവ്യ കേട്ടോ. നവ്യ ആണെങ്കിൽ ഇങ്ങനെ ആകെ കലി കയറി നിൽക്കുക. അപ്പോൾ അബി അങ്ങോട്ടേക്ക് വരുന്നു. നീ ഇങ്ങ് വന്നേ, നമുക്ക് പൂജാമുറിയിലേക്ക് പോകണമെന്നും പറഞ്ഞാൽ വരുന്നത്. അപ്പം നിനക്ക് നാണമില്ലേടാ അങ്ങോട്ട് പോകാനെന്ന് നവ്യ അഭിയോട് ചോദിക്കണം. എടാ അധികാരം കിട്ടിയപ്പോഴേ ആദ്യം നിന്നെ പുറത്താക്കിയവനാ അനിയെന്ന് പറഞ്ഞവൻ. അവനാണിപ്പോൾ കമ്പനിയുടെ MD ആകാൻ പോകുന്നത്. നിന്റെ ഏട്ടനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്നവനാണവൻ. അങ്ങനെ ഒരുത്തൻ ഉയർച്ച ഉണ്ടാകുന്നത് നിനക്ക് സന്തോഷമാണോടാ? എനിക്കെന്തായാലും അത് സന്തോഷമല്ല എന്ന് നവ്യ. എന്നാലും നമ്മൾ മാറി നിന്നാലേ അസൂയ ഉണ്ടാണെന്ന് കരുതത്തില്ലേന്ന് ചോദിച്ചു. അസൂയും ദേഷ്യമൊക്കെ എനിക്കും ഉണ്ടടാ, നിനക്കതിൻ്റെ ഇരട്ടി ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാടാ ആ ഒരു മനസ്സുമായിട്ട് അവിടെ പോയി നിൽക്കുന്നത്? എന്താണ് അതിൻ്റെ ആവശ്യം? എന്നാലും ഇത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു ശ്രമമല്ലേടി. അപ്പോൾ എല്ലാവർക്കും അറിയാം നിൻ്റെ അമ്മയുടെയും എൻ്റെ ഒക്കെ മനസ്സിൽ എന്താണെന്നുള്ളത്. പിന്നെ അവിടെ പോയി കൂടുതൽ ഭവ്യത കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? എന്നാലും ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ. വേണ്ട, പോവണ്ട.
പോയാൽ ശരിയാവില്ല. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി, വേറെ ഒന്നും നീ അനുസരിക്കണ്ട. അങ്ങോട്ട് ചെന്നാ നിന്റെ അമ്മായി നിന്നെ കൊണ്ട് വിളക്ക് തുടപ്പിക്കൂടാ. അവിടെ ഒരു പണിയില്ലെങ്കിലും എന്തെങ്കിലും പണി ഉണ്ടാക്കി നിന്നെ കൊണ്ട് അവരത് ചെയ്യിപ്പിക്കും. അതൊക്കെ ചെയ്യാൻ നിനക്ക് നേരം നാണമില്ലേടാ എന്നൊക്കെ ചോദിക്കാൻ നവ്യ. അപ്പം ഞാനൊരു കഴിവുകെട്ടവനായി മാറിയല്ലേ എന്ന് ചോദിക്കുമ്പം ആ കഴിവുകേടൊക്കെ ഞാൻ മാറ്റി തരാമെന്ന് നവ്യ അഭിയോട് പറയണു. പിന്നെ നിനക്ക് 4 ആളിൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ ഒരവസരം ഉണ്ടാകുമെന്നും അതിന് വേണ്ടുന്ന വഴിയൊക്കെ ഞാൻ വെട്ടിത്തുറന്ന് തന്നിട്ടുണ്ടല്ലോ എന്നും നവ്യ അഭിയോട് പറയാട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി, അതനുസരിച്ച് മുന്നോട്ട് ജീവിച്ചാലും മതിയെന്ന് പറഞ്ഞു. പിന്നെ നീ പൂജയ്ക്ക് പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും നിന്നെ വിമർശിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. നീ പരിസരബോധം ഇല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കാതെ നവ്യ എന്ന് പറഞ്ഞപ്പം എൻ്റെ രക്തം തിളച്ചാലുണ്ടല്ലോ, ഞാൻ വായി വരുന്നതൊക്കെ ഇവിടെ കിടന്ന് വിളിച്ച് പറയും കേട്ടോ. മര്യാദയ്ക്കിരുന്നു നീ. അവിടെ പ്രായവ്യത്യാസമൊന്നും ഞാൻ നോക്കത്തില്ല. നീ ഇവിടെ നിൽക്ക്. ദേ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് പോയാൽ മതി. നീ അവിടെ പോയിരുന്നേ, പോടാ പോയിരിക്കടാന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അഭിയെ ഉന്തി തള്ളി പറഞ്ഞു വിട്ടു. ആ സമയത്ത് അവിടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി നല്ല പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഇത് ചെയ്യുക. ആ സമയത്ത് അതായത് ജലജയുണ്ട്, അവർ രണ്ടുപേരും ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അങ്ങനെ ദേവയാനി പൂജ നടത്തി. അതിനുശേഷം എല്ലാവരും അവിടുന്ന് അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ജലജ ദേവയാനിയോട് അനി ഇതൊക്കെ നല്ലതുപോലെ ചെയ്യുമോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ദേവയാനിക്ക് കലയും കൂടി വന്നു. ദേവയാനി പറഞ്ഞു അവനെ ഏൽപ്പിച്ച ജോലിയൊക്കെ അവൻ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും എനിക്ക് ഓരോ സംശയവും ഇല്ല എന്ന് ദേവയാനി പറയുക കേട്ടോ. അപ്പോൾ ഏട്ടത്തി ഇടയ്ക്കിടയ്ക്ക് അവനൊന്ന് ഉപദേശിക്കണമെന്ന് ജാനകി പറയുക. അവനാണെങ്കിൽ അർത്ഥ മനസ്സോടുകൂടിയാണ് പോകുന്നത്, അതും അച്ഛൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണെന്ന് പറയുമ്പം പുറത്ത് മുത്തശ്ശൻ ഞാൻ കമ്പനിയിലോട്ട് വരുന്നില്ല, നിൻ്റെ അച്ഛനും വലിയച്ഛനും കൂടെ നിന്നെ MD കസേരയിൽ ഇരുത്തും, എന്നിട്ട് പിന്നെ നിൻ്റെ ജോലി നീ അങ്ങ് തുടങ്ങിക്കോളാൻ മുത്തശ്ശൻ അനിയോട് പറയുക കേട്ടോ. നിൻ്റെ സഹായത്തിന് ഞങ്ങളെല്ലാവരും ഉണ്ടെന്നും മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുവാണ്. ദേ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നിൻ്റെ ഏട്ടനാണ് നിൻ്റെ റോൾ മോഡൽ, പക്ഷേ അവൻ ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോയവനാ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നീ ഈ വലിയ ദൗത്യം ഏറ്റെടുക്കാൻ, മനസ്സിലായല്ലോ? അതെല്ലാം കേട്ട് അവരങ്ങോട്ടേക്ക് വന്നു, അതായത് ദേവയാനിയും ജാനകിയും ഒക്കെ. ഇത്രയും നാൾ MD ആയിരുന്നത് ആദർശ, അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ അവനെ വിളിക്കണം കേട്ടോ മോനെ എന്ന് മുത്തശ്ശി പറയുമ്പം ശരി മുത്തശ്ശി എന്ന് പറഞ്ഞു. ഇവനെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവല്ലോ, അല്ലെങ്കിൽ അജയനും ജയനും അടുത്ത് തന്നെ ഉണ്ടല്ലോ. പിന്നെ പരാജയപ്പെട്ടവനെ വിളിച്ചിട്ട് എന്തുപദേശം തേടാനാണെന്ന് ചോദിച്ചു കേട്ടോ. എന്നാലും ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ചെറുതല്ലല്ലോ അച്ഛാന്ന് ദേവയാനി പറഞ്ഞു കേട്ടോ. ആ എക്സ്പീരിയൻസിൻ്റെ നേട്ടം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കിയില്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ജാനകിക്കൊക്കെ ഒരു സന്തോഷം. ഇത്രയും കാലം ഏട്ടൻ നേട്ടങ്ങൾ മാത്രമാണ് കമ്പനിക്ക് ഉണ്ടാക്കി തന്നതെന്ന് അനി പറഞ്ഞപ്പം ആ നേട്ടങ്ങളെല്ലാം ഒരു ഒറ്റ നിമിഷം കൊണ്ടല്ലേ ഇടിഞ്ഞു പോയത്, അതിനാര് പരിഹാരം കാണും എന്ന് മുത്തശ്ശൻ അന്നേരം അനിയോട് ചോദിച്ചു. അപ്പോൾ ഇനി കമ്പനിയെ കൈപിടിച്ച് ഉയർത്തേണ്ടത് നീയാണ് അനിയെന്നും പറഞ്ഞു. അവിടെ സെൻറ്റിമെൻസിനോ അല്ലെങ്കിൽ മറ്റൊന്നിനും സ്ഥാനമില്ല. അവൻ കൃത്യമായി അവൻ്റെ കഴിവുകേട് മനസ്സിലാക്കി, അതുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് ഒഴിഞ്ഞ് പോയതെന്നും അതിനുള്ള മനസ്സ് അവൻ കാണിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ ജാനകിയുടെ സന്തോഷം കാണാമായിരുന്നു ജലജയുടെ. അപ്പോൾ മോനെ നീ നിനക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്താൽ മതി, അല്ലാണ്ട് മുത്തശ്ശൻ പറയുന്നത് 100% അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞേ. അതെ, ഇനിയിപ്പോൾ തലനരച്ച കാരണവർക്ക് കുടുംബത്തിൽ പ്രസക്തിയൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് മുത്തശ്ശൻ പറയാം. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കൂ കേട്ടോ. എന്നാൽ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോ എന്ന് മുത്തശ്ശൻ അനിയോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, മോനെ നല്ലൊരു കാര്യത്തിന് പോകുമല്ലേ, അതിനിടയ്ക്ക് മുത്തശ്ശനായിട്ട് തർക്കത്തിനൊന്നും നിൽക്കേണ്ടാന്ന് പറഞ്ഞു ദേവയാനി. അങ്ങനെ മുത്തശ്ശൻ്റെയൊക്കെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നു നമ്മുടെ അതിനുശേഷം മുത്തശ്ശിയുടെ അനുഗ്രഹം വല്യച്ഛൻ്റെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരുടെയും ആ ഒരു അനുഗ്രഹമൊക്കെ മേടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ദേവയാനി ഇങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് നിൽക്കുക, പാവം വിഷമിച്ചാൽ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ വിഷമിക്കുന്നത്, താഴക്കവും പഴക്കമുള്ള ഒരു കമ്പനിയാണ് അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം അവൻ എന്തായാലും പരാജയപ്പെടില്ല അച്ഛാ എന്ന് ദേവയാനി പറയാം. എങ്കിൽ അവൻ ആ കസേരയിൽ തുടരാം എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. ദേവയാനി അന്നേരം അവർ പോയിടത്തേക്ക് പോയി. അപ്പോൾ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ യാത്രയാക്കി അമ്മയാക്കി ഇങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അകത്ത് മനസ്സിലുള്ളത് പുറമേ കാണിക്കുന്നത് ഇങ്ങനെ നിൽക്കാൻ ഇദ്ദേഹത്തിനെ കൊണ്ടാകട്ടോ കഴിയത്തുള്ളൂ എന്ന് മുത്തശ്ശനോട് പറയുക. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ആദർശ് അവിടെ നിന്ന് പത്രം വായിക്കുന്നു. അപ്പോൾ അനിയും ജയനും അജയനും കൂടി നേരെ ഇവരെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ ഞങ്ങൾ കമ്പനിയിലേക്ക് പോകുന്ന വഴി, അപ്പം നിന്നെ ഒന്ന് കാണണമെന്ന് ഇവൻ പറഞ്ഞു എന്ന് ജയൻ പറയുക കേട്ടോ. അപ്പോൾ അനി ഇങ്ങനെ സൂട്ടും കൊട്ടക്കിട്ട് വന്ന് നിൽക്കുന്നത് ഇങ്ങനെ സന്തോഷത്തോടെ നോക്കുവാണ് നമ്മുടെ ആദർശ്. നയനയും അതുപോലെ തന്നെ. അപ്പോൾ ആത്മവിശ്വാസത്തോടെ നമ്മുടെ ജ്വല്ലറിയുടെ MD സ്ഥാനം നീ ഏറ്റെടുക്കണമെന്ന് ആദർശ് അനിയോട് പറയുക. ഞങ്ങളുടെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ടാകുമെന്നും ആദർശ് അനിയോട് ഇങ്ങനെ പറയുന്നേ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അജയന് ഭയങ്കര സന്തോഷം. അനി ചെന്ന് ആദർശിൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. എടാ നീ ഇങ്ങനെ ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമില്ല, നിന്നെ
മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് വേദനിച്ചേനേടാന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ ഇവനോട് പറയുന്നതെന്ന് ജയനും പറഞ്ഞു കേട്ടോ. ഇവൻ മുത്തശ്ശനെ ഭയന്നിട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ പൂർണ്ണ മനസ്സോടുകൂടിയൊന്നുമല്ല ഇവൻ ആ ജോലി ഏറ്റെടുത്തിരിക്കുന്നതെന്ന് അജയൻ അന്നേരം പറയാം. പൂർണ്ണ മനസ്സ് പോയിട്ട് അർത്ഥ മനസ്സ് പോലും എനിക്കില്ല എന്ന് അനി അന്നേരം ഇവിടെ പറഞ്ഞു. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത, എനിക്ക് ചേരാത്ത വേഷമാണ് ഞാനിപ്പോൾ ഇവിടെ അണിഞ്ഞിരിക്കുന്നതെന്ന കാര്യം അനി പറഞ്ഞപ്പോൾ ഈ വേഷം എനിക്ക് ചേരുമെന്ന് പിന്നീട് എനിക്ക് തോന്നിക്കോളൂ എന്ന് പറഞ്ഞു നയന. അപ്പം താൽക്കാലികമായിട്ടാണ് ഞാനിത് ഏറ്റെടുക്കുന്നത്. ആദർശേട്ടൻ ഗൾഫിൽ പോയപ്പോൾ താൽക്കാലികമായിട്ട് ആ കസേരയിൽ ഞാൻ ഇരുന്നിരുന്നില്ലേ, അതുപോലെ ഏട്ടൻ ഇല്ലാത്തത് കൊണ്ട് മാത്രം താൽക്കാലികമായിട്ട് മൂർത്തി ജ്വല്ലറിയുടെ MD സ്ഥാനം ഏറ്റെടുക്കുകയാണ് ഞാനെന്ന് അനി ആദർശനോട് വന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഏട്ടൻ മടങ്ങി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്തായാലും സമയം എടുക്കും എന്ന് ആദർശ് പറയുക. പെട്ടെന്നൊരു മടങ്ങി വരവുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നും ആദർശ് ഇവരോട് പറഞ്ഞു. നീ പുറത്തുനിന്ന് പോരുതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ജയൻ ഇങ്ങനെ അന്നേരം നമ്മുടെ ആദർശനോട് ചോദിച്ചു. ആ സമയത്ത് ഇവർ രണ്ടുപേരും നിസ്സഹായതയോടുകൂടി അച്ഛനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇവരോടൊന്നും പറയാനും പറ്റത്തില്ല, പറയാതിരിക്കാനും പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാട്ടോ നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.